നമസ്കാരം. യുദ്ധത്തിന്റെ കനൽക്കാറ്റ് മനുഷ്യരാശിയുടെ മേൽ വീശിക്കൊണ്ടിരിക്കുമ്പോൾ ആ കനലിൽ ദൈവത്തിന്റെ നാമം ചൊല്ലിപ്പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വിചിത്രവും ഭീതിജനകവുമായ പ്രവണതയാണ് ലോകം വീണ്ടും കാണുന്നത്. ഇറാനെതിരായ യുദ്ധവിജയത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ജനങ്ങളോട് ആഹ്വാനം ചെയ്ത സംഭവം യുദ്ധത്തിന്റെ ക്രൂരതയ്ക്ക് ഒരു ആത്മീയ മുഖം കെട്ടിക്കൊടുക്കാനുള്ള അപകടകരമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. മനുഷ്യരെ കൊല്ലാനുള്ള ആയുധങ്ങൾ തയ്യാറാക്കുന്ന കൈകൾ തന്നെയാണ് ദൈവത്തോട് അനുഗ്രഹം ചോദിക്കുന്നത് എന്ന വൈരുദ്ധ്യം ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും ഇരുണ്ട സത്യങ്ങളിൽ ഒന്നായി മാറുന്നു. ഇറാൻ യുദ്ധത്തിലെ വിജയത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദിവസവും മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. യുദ്ധം തുടങ്ങിയതിനു പിന്നാലെ ഓവൽ ഹൌസിൽ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റ് പാസ്റ്റർമാർ പ്രസിഡന്റ് ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ക്രിസ്തുവിന്റെ നാമത്തിൽ വിശുദ്ധ യുദ്ധം നയിക്കുകയാണ് ട്രംപ് എന്ന് പ്രഖ്യാപിക്കുന്ന US ഇവാഞ്ചലിസ്റ്റ് ബില്ലി ഗ്രഹാമിന്റെ വീഡിയോയും പുറത്തു വന്നിരുന്നു. അമേരിക്കയിലുടനീളമുള്ള നിരവധി ഇവാഞ്ചലിസ്റ്റ് പാസ്റ്റർമാർ ട്രംപിന് യുദ്ധവിജയം ഉണ്ടാകാൻ പ്രത്യേക പ്രാർത്ഥനകൾ സംഘടിപ്പിച്ചിരുന്നു. ഈ യുദ്ധം വെറുമൊരു രാഷ്ട്രീയ പോരാട്ടമല്ല എന്നും മറിച്ച് വിശ്വാസവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ് എന്നുമാണ് ഈ പാസ്റ്റർമാർ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമാണ് മാർപ്പാപ്പയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട്. അമേരിക്കയിൽ ജനിച്ച ആദ്യത്തെ മാർപ്പാപ്പയായ ലിയോ 14 ഇക്കാര്യത്തിൽ തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്.